بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അഭിവന്ദരായ മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ വീഡിയോകളിലായി 27 ആയത്തുകൾ സൂറത്ത് യാസീനിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ എടുക്കുന്നത് വമാ അൻസൽനാ അലാ ഖൗമിഹി എന്ന 28ാമത്തെ ആയത്ത് മുതൽക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ നാം ഹബീബുൻ നജ്ജാറിനെ സംബന്ധിച്ച് വിശദമായി സംസാരിച്ചു. ഹബീബുൻ നജ്ജാറിനെ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ ഇസ്ലാം മതം വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ കൊലപ്പെടുത്തി. ധാരാളം പീഡനങ്ങൾ സഹിച്ചിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുയോജ്യമായ ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ച് മരണപ്പെട്ട ഉടനെ അള്ളാഹു ഹബീബുൻ നജ്ജാറിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. സ്വർഗത്തിൽ കടത്തി. സ്വർഗത്തിൽ വെച്ച് ഹബീബുൻ നജ്ജാർ പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ അറിയിച്ചു, നമ്മളെല്ലാവരെയും അറിയിച്ചു. ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് പാഠമായിട്ട് അത് അറിയിച്ചു കൊടുത്തു. എന്താണ് രണ്ടായത്ത്? ഖീല ദുഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഉടനെ അല്ലാഹു തആല ഹബീബുൻ നജ്ജാറിനോട് പറഞ്ഞ് സ്വർഗത്തിൽ കിടക്കുക. മരിക്കുക എന്നുള്ള ഒരു തടസ്സമുണ്ടായിരുന്നുള്ളൂ ഹബീബുൻ നജ്ജാറിന് സ്വർഗത്തിൽ കിടക്കുക. മരണപ്പെട്ടപ്പോൾ ഉടനെ അല്ലാഹു പറഞ്ഞു ഹബീബുൻ നജ്ജാർ സ്വർഗത്തിൽ കിടന്നു. അങ്ങനെ സ്വർഗത്തിൽ കടന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. എൻ്റെ ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു എനിക്ക് പുറത്തു തന്നു. ഞാൻ വിഗ്രഹാരാധകനായിരുന്നു. ആ വിഗ്രഹാരാധനയെ അല്ലാഹു പുറത്തു തന്നു. എനിക്ക് എല്ലാ പാപങ്ങളും എനിക്ക് പുറത്തു തന്നു. എന്നെ അവൻ ആദരിക്കപ്പെട്ട ജനങ്ങളിൽ പെടുത്തി. അങ്ങനെയുള്ള ഈ സംഭവം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന സംഭവം അല്ലാഹു നമുക്ക് ലോകത്തിന് അത് അറിയാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു കൊടുത്തു. അതാണ് ഈ രണ്ടായത്തിൽ പറഞ്ഞ കാര്യം. ഇനി പറഞ്ഞത് അല്ലാഹു പറയുന്നത് ഹബീബുൻ നജ്ജാറിൻ്റെ കൊലപാതകത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് ഇതിന് പ്രതികാര നടപടികൾ സ്വീകരിക്കാനുള്ള അതിനു വേണ്ടി ആകാശലോകത്തു നിന്നും മലക്കുകൾ ഇറക്കി വന്നിട്ടൊന്നും പ്രതികാര നടപടി സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ നിസ്സാര കാര്യമല്ലേ. അതിന് പിന്നെ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്തായിരുന്നു? ഒരട്ടഹാസം മാത്രം. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു. അതനുസരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം
അവരുടെ അടുത്ത് വന്ന് അട്ടഹസിച്ചു, അവരെല്ലാവരും മരിച്ചു വീണു. ഇങ്ങനെയായിരുന്നു ആ ജനതയെ അള്ളാഹു തആല നശിപ്പിച്ചത്. ഒമാ അൻസൽനാ അലാ ഖൗമിഹി, ഇനി ഒറ്റ വാക്കർത്ഥം പറയാം. ഒമാ അൻസൽന, അള്ളാഹു തആല ഇറക്കിയിട്ടില്ല, അലാ ഖൗമിഹി ഹബീബ് നജ്ജാറിൻ്റെ ജനങ്ങളുടെ മേൽ, മിൻ ബഅദിഹി ഹബീബ് നജ്ജാർ മരിച്ചതിന് ശേഷം, മിൻ ജുന്ദിൻ ഒരു സൈന്യത്തെ ഒന്നും ഇറക്കിയിട്ടില്ല, മിനസ്സമായി ആകാശലോകത്ത് നിന്ന്, വാനലോകത്ത് നിന്ന്. ഒമാ കുന്ന, നമ്മളായിട്ടുമില്ല, നമ്മളിറക്കിയെന്ന് ആദ്യം പറഞ്ഞത്, നമ്മളായിട്ടുമില്ല മുൻസിലീന, അങ്ങനെ ആ സൈന്യത്തെ ഇറക്കുന്നവർ ആയിട്ടുമില്ല. അപ്പോൾ അള്ളാഹുവിന് അതിൻ്റെ ആ സൈന്യത്തെ ഇറക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നശിപ്പിക്കാൻ. പിന്നെ എന്തുണ്ടായി? അവർക്കുള്ള ശിക്ഷ എന്തായിരുന്നു? ഇൻകാനത്ത്, അവരുടെ ശിക്ഷ ആയിരുന്നില്ല ഇല്ലാ സൈഹത്തൻ വാഹിദത്തൻ, ഒരു ഉഗ്രമായ ഒരു അട്ടഹാസം അല്ലാതെ ഒന്നുമായിരുന്നില്ല. ഫൈദാഹും, അങ്ങനെ ആ അട്ടഹാസം വന്ന സമയത്ത് ഖാമിദൂന, അവരെല്ലാവരും മരിച്ചു വീഴുകയാണ്. തീ കെട്ടടങ്ങുന്നത് പോലെ കെട്ടടങ്ങിപ്പോയി എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർക്കുള്ള അനുയോജ്യമായ ശിക്ഷ അല്ലാഹു എത്രയും പെട്ടെന്ന് കൊടുത്തു. അത്ര അധികം പീഡിപ്പിക്കപ്പെട്ടു ഹബീബുൻ നജ്ജാർ. ഹബീബുൻ നജ്ജാർ ഒരു സാധു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് കുഷ്ഠരോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. 70 വർഷം വിഗ്രഹത്തെ ആരാധിച്ചു ജീവിച്ച ആളാണ്. അതുവരെ അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്താക്യയിൽ അവിടെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു വിവരം കേൾക്കുന്നത്. അപ്പോൾ പുള്ളി താമസിക്കുന്നത് ഈ അന്താക്യയുടെ ആ പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഈ വിവരം കേട്ടപ്പോൾ തന്നെ ഉടനെ വന്നു. എന്നിട്ട് പ്രവാചകന്മാർ കണ്ടപ്പോൾ തന്നെ ജനങ്ങളോടായിട്ടുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. യാ ഖൗമി ഇത്തബിഉൽ മുർസലീന ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം പിന്നീട് വിശ്വസിക്കുകയും ചെയ്തു. വിശ്വസിച്ചത് കാരണമായിട്ട് അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. ആ കൊലപാതകത്തിന് അള്ളാഹു പ്രതികാരം എടുക്കുകയാണ്. ആ എടുക്കുന്നതിന് മലക്കുകളൊന്നും ആകാശ ലോകത്തൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഇറക്കിയിട്ടുമില്ല അങ്ങനെ. അപ്പം ഇത് വളരെ നിസ്സാര ഒരു കാര്യമാണ് എന്നാണ് അള്ളാഹു ഇതിൽ നിന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതിന് ശിക്ഷിക്കാൻ വാനലോകത്ത് നിന്നും മലക്കുകളുടെ ആവശ്യമില്ല. പിന്നെ ഒരു അട്ടഹാസം, ആ അട്ടഹാസത്തിൽ തന്നെ അവരെല്ലാവരും മരിച്ചൊടുങ്ങി എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അപ്പം വമാ അൻസൽന, നമ്മൾ ഇറക്കിയിട്ടില്ല, അലാ ഖൗമിഹി ഹബീബിൻ നജ്ജാറിൻ്റെ ജനങ്ങളുടെ മേൽ, മിൻ ബഅദിഹി, ഹബീബിൻ നജ്ജാറിന് ശേഷം, ഹബീബിൻ നജ്ജാർ മരിച്ചതിന് ശേഷം, മിൻ ജുന്ദിൻ ഒരു സൈന്യത്തെ ഇറക്കിയിട്ടില്ല, മിനസ്സമായി ആകാശത്ത് നിന്ന്. മിന എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നാണ് മിനയുടെ അർത്ഥം. മസ്സമായി ആകാശലോകത്ത് നിന്ന്. വമാ കുന്ന, നമ്മളായിട്ടുമില്ല, മുൻസിലീൻ, അങ്ങനെ ഇറക്കുന്നവരുമായിട്ടില്ല. പിന്നെ ഇൻ കാനത്ത്, എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. മാ ല എന്നൊക്കെ പറഞ്ഞ പോലെ ഇൻ ഇല്ല. ഇൻ കാനത്ത്, അതായിരുന്നില്ല, ആ ശിക്ഷ ആയിരുന്നില്ല എന്നാണ് അർത്ഥം. ഇല്ലാ സൈഹത്തൻ, ഒരു അട്ടഹാസം, വാഹിദത്തൻ, ഒരു അട്ടഹാസം ഒഴികെ ആയിരുന്നില്ല. അട്ടഹാസം മാത്രമായിരുന്നു അവർ നശിക്കാനുള്ള, അവർ മരിച്ചു വീഴാനുള്ള ഒരു പ്രതികാര നടപടി, ഒരു അട്ടഹാസം മാത്രമായിരുന്നു. ഫൈദാഹും, അങ്ങനെ അട്ടഹാസം രൂപപ്പെട്ടപ്പോൾ, ഫൈദാഹും, അട്ടഹാസം രൂപപ്പെട്ടപ്പോൾ, ഖാമിദുൻ, അവർ മരിച്ചു വീഴുകയാണ്. ഖമദ, നസല എന്നീ വാക്കുകളൊക്കെ 3 അക്ഷരമുള്ള ഫിയലുകൾ എന്നാണ് പറയുക. ഇത് ഒറ്റവാക്കുകളുടെ അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആയത്തുകളുടെ മീനിങ് ഒക്കെ മനസ്സിലാക്കാൻ കുറേ കൂടി എളുപ്പമാവും പഠിക്കുകയാണെങ്കിൽ എന്ന് സാന്ദർഭികമായി പറയുകയാണ്. പിന്നെ അറബി പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ.
അത്ര പ്രയാസമുള്ള ഭാഷയൊന്നുമല്ല. കാരണം നസല മാ അൻസൽന എന്ന് ആദ്യം പറഞ്ഞല്ലോ. മാ അൻസൽന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കിയിട്ടില്ല എന്നാണ്. വാ ഒരു വാക്ക്, മാ വേറെ വാക്ക്, അൻസല എന്നുള്ളത് ഒരു വാക്ക്, നാ ഒരു വാക്ക്. അപ്പം വമാ അൻസൽനയിൽ എത്ര വാക്കുണ്ട്? 2, 3, 4 വാക്കുകൾ അടങ്ങിയതാണ് വമാ അൻസൽന. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഇറക്കിയിട്ടില്ല എന്നാണ്. ഇതിൻ്റെ ആദ്യ രൂപം എന്തായിരുന്നു? നസല എന്ന വാക്കാണ്. നസലയിൽ നിന്ന് അൻസല എന്നാക്കി. നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്ന്, അൻസല ഇറക്കി എന്ന്. അത് ഇറക്കിയില്ല എന്നർത്ഥം വരാൻ മാ ചേർത്തപ്പോൾ മാ അൻസൽന, നെഗറ്റീവ് മീനിങ് വന്നു. ഇത് ഈ ഒരു വാക്കിൽ നിന്ന് 300 ചില്ലറ വാക്കുകൾ എടുക്കാൻ കഴിയും. നസല എന്നൊരു വാക്കിൽ നിന്ന് 300 ചില്ലറ വാക്കുകൾ, വ്യത്യസ്ത അർത്ഥമുള്ള വാക്കുകൾ ഉണ്ടാക്കാൻ കഴിയും. ഇത് ഒരു വാക്കിൽ നിന്നല്ല. നസല എന്നുള്ളത് അൻസല എന്നായി വരും, നസല എന്നായി വരും. നസല എന്ന് പറഞ്ഞാൽ ഇറക്കി എന്നാണ്. നസല ഇറങ്ങി, നസല ഇറക്കി. മാ അൻസല അല്ല, അൻസല ഇറക്കി, നസല ഇറക്കി, 2 നിലക്കും പറയും. അപ്പോൾ നസല, നസല, അൻസല. നസലയും അൻസലയും ഇറക്കിയെന്ന. നസലയും നസല ഇറങ്ങി, ആരും ഇറക്കണമല്ല. അൻസല എന്നതും നസല എന്നതും ഇറക്കി എന്നർത്ഥം. ഇതിൽ നിന്നും എടുക്കാം 300 ചില്ലറ വാക്കുകളിൽ നിന്നും ഞാൻ പറഞ്ഞത്. നസലയിൽ നിന്നും അൻസലയിൽ നിന്നും നസലയിൽ നിന്നും ഉണ്ടാക്കാം. അപ്പം എത്ര വാക്കുകളായി? നസല എന്ന 3 അക്ഷരമുള്ള ഒരു വാക്കിൻ്റെ മീനിങ്ങിൽ നിന്ന്, അതിൽ നിന്ന് 300 ചില്ലറ വാക്കുകൾ എടുക്കുമ്പോൾ അൻസലയിൽ നിന്നും എടുക്കാം, നസലയിൽ നിന്നും എടുക്കാം. എത്ര വ്യത്യസ്തമായ അർത്ഥങ്ങൾക്കുള്ളത്. അപ്പോൾ അറബി പഠിക്കാൻ വിഷമമൊന്നുമില്ല, എളുപ്പമാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ? അറബി ഭാഷ വളരെ അത്യാവശ്യമാണ്. ഖുർആനും ഹദീസും, നമ്മളുടെ മതഗ്രന്ഥങ്ങളൊക്കെ ഖുർആനും ഹദീസും ഒക്കെ അറബി ഭാഷയിലാണ്. അറബി ഭാഷയിൽ അവതരിച്ചു. എന്നാൽ അറബി ഭാഷയിൽ മാത്രം അവതരിച്ചാണോ? ലോകത്ത് 3000 ചില്ലറ ഭാഷകളുണ്ട്. അതിൽ വെച്ച് പ്രവാചകന്മാർ വന്ന വഴിക്കുള്ള അവിടെയുള്ള ജനങ്ങൾ എന്ത് ഭാഷക്കാരാണെങ്കിൽ അവരുടെ ഭാഷയിലാണല്ലോ ഖുർആൻ വരേണ്ടത്. അതുപോലെ മക്കയിൽ അവതരിച്ച ഖുർആൻ അറബികളാണ്, അറബികളായിരുന്നു നേരിട്ടിരുന്നത്. അത് നമുക്ക് ലോകത്ത് മുഴുവൻ എത്തി. അപ്പോൾ അറബി ഭാഷ പഠിക്കല്. പിന്നെ വേറെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ചിലത് തൗറാത്ത്, ഇഞ്ചീലൊക്കെ വേറെ ഭാഷകളിലാണ്. അത് അന്നുള്ള ആളുകൾ അബ്രാനി സംസാരിക്കുന്നവരായിരുന്നു. അപ്പോൾ അബ്രാനി ഭാഷയിലാണ് തൗറാത്ത് വന്നത്. പിന്നെ ഇഞ്ചീൽ വന്നത് സുറിയാനി സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി സുറിയാനി ഭാഷയിലാണ്. അതായത് ഭാഷയിൽ അവരെ അഭിമുഖീകരിക്കണമല്ലോ. അങ്ങനെ വന്നു. അപ്പോൾ വിവിധ ഭാഷകളിൽ വന്ന ഖുർആനാണ്. വിവിധ ഭാഷകളിൽ നമ്മളിപ്പോൾ എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് പരിഭാഷപ്പെടുത്തിയിട്ട് പല ഭാഷകളിലും ഇറങ്ങിയിട്ടുണ്ട്. ഖുർആൻ ഒരുവിധം ലോകത്തുള്ള എല്ലാ ഭാഷകളിലും ഉണ്ടായിരിക്കും. കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മുസ്ലിംകളുണ്ടല്ലോ അതിൻ്റെ പേരിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഒറ്റവാക്ക് അർത്ഥങ്ങൾ. ഈ ഒറ്റവാക്ക് അർത്ഥങ്ങൾ ഗ്രഹിക്കാനോ എഴുതി വെക്കാനോ വേണ്ടിയിട്ട് ഞാൻ സാവകാശം അർത്ഥം പറയാം. ഒറ്റവാക്കുകളുടെ അർത്ഥം സാവകാശം പറയാണ്. ഇനി എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ അപ് ടു ഡേറ്റ് ആക്കിയിട്ട് നമ്മൾ ഈ യൂട്യൂബ് റൂമൊന്നും സജ്ജീകരിക്കാത്തത് കൊണ്ട് ബോർഡിൽ എഴുതാനൊന്നും ഇതിൽ കഴിയില്ല. അപ്പോൾ എഴുതേണ്ടവർക്ക് എഴുതി വെക്കാം. പിന്നെ ഇൻകാനത്ത് ഇല്ല സ്വയഹത്തം വാഹിദത്തൻ ഫൈദാഹും ഖാലിദുൻ. അപ്പോൾ ശിക്ഷ ഇറക്കാൻ ആകാശലോകത്ത് നിന്ന് മലക്കുകളെ ഇറക്കേണ്ട ആവശ്യമില്ല എന്നും അത് ഒരു അട്ടഹാസം കൊണ്ട് അവസാനിച്ചു എന്നുമാണ് അള്ളാഹു തആല ഈ 2 ആയത്തിൽ പറഞ്ഞത്. ഇനി അള്ളാഹു പറയുന്നു 28, 29, 30-ാമത്തെ ആയത്തിൽ യാ ഹസ്റത്തൻ അലൽ ഇബാദി മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. യാ ഹസ്റത്തൻ അലൽ ഇബാദി, എൻ്റെ അടിമകളുടെ മേലുള്ള നഷ്ടമേ, വലിയ നഷ്ടമാണ് അടിമകൾക്ക് ഉണ്ടായിട്ടുള്ളത്. പരിതാപകരമാണ് അവരുടെ സ്ഥിതി എന്നാണ് അള്ളാഹു പറയുന്നത്. എന്താ കാരണം? മാ യഅതീഹിം മിർ റസൂലിൻ,
ജനങ്ങൾക്ക് ഒരു റസൂലും വരുന്നില്ല ഇല്ല കാനു ബിഹി യസ്തഹ്സിഊൻ. ആ റസൂലിനെ അവർ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളിയിട്ടല്ലാതെ. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അവർക്കുണ്ടായ നഷ്ടമേ വലിയ പരിതാപകരമായ ഒരു സ്ഥിതിയിലാണ് എൻ്റെ അടിമകൾ. മായത്തീഹിം റസൂലിൻ, ഒരു റസൂലും അവർക്ക് വരുന്നില്ല ഇല്ലാ കാനു അവരായിട്ടല്ലാതെ ബിഹിയ റസൂലിനെ യസ്തഹ്സിഊൻ പരിഹസിക്കുന്നവരായിട്ടല്ലാതെ. അപ്പോൾ ഏത് റസൂല് വന്നാലും പണ്ടുള്ള കാലത്തൊക്കെ ഈസനബി വരെയുള്ള പ്രവാചകന്മാർ വന്നത് ലോകത്തിനൊട്ടാകായിട്ട് ഒരാളും വന്നിട്ടില്ല. അത് റസൂൽ ഒഴികെ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ച് ബാക്കിയുള്ള ഒരു പ്രവാചകനും ലോകത്തിന് മുഴുവനായിട്ട് പ്രവാചകനായിട്ട് ആരും വന്നിട്ടില്ല. അത് റസൂല് മാത്രമാണ് ലോകത്തിന് മുഴുവനായിട്ടുള്ള പ്രവാചകൻ. അപ്പോൾ ഈസനബി വരെയുള്ള ഈസനബിക്ക് ശേഷമാണ് റസൂൽ വന്നത്. അപ്പോൾ ഈസനബി കഴിഞ്ഞതിന് ശേഷം ഒരു പ്രവാചകൻ വന്നിട്ടുള്ളത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഈസനബി വരേക്കുമുള്ള പ്രവാചകന്മാരൊക്കെ ഓരോ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, ഒരു പ്രത്യേക ഒരു സമയത്ത് പ്രത്യേകമായ ഒരു ജനതയ്ക്ക് വേണ്ടിയൊക്കെ വന്നിട്ടുള്ളത്. അത് മുമ്പേ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്. അങ്ങനെ വന്ന പ്രവാചകന്മാർ, ഏത് പ്രവാചകൻ ഏത് ജനതയ്ക്ക് വന്നാലും ആ പ്രവാചകനെ പരിഹസിക്കാതെ, അല്ലെങ്കിൽ ഉപദ്രവിക്കാതെ, അല്ലെങ്കിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കാതെ ഒരാളും ഈ ലോകത്ത് നിന്ന് പോയിട്ടില്ല. അതാണ് അല്ലാഹു തആല പറയുന്നത്. ഏത് പ്രവാചകൻ വന്നാലും അവരെ നിന്ദിക്കുക, അവരെ പുച്ഛിക്കുക, അവരെ ആക്ഷേപിക്കുക, പിന്നെ ഇങ്ങനെ ചീത്ത പറയുക, ഇങ്ങനെ ചെയ്യാതെ ഒരാളെ വിട്ടുകളഞ്ഞിട്ടില്ല എന്നാണ് പറയണത് ജനങ്ങൾ. അപ്പോൾ എന്തൊരു പരിതാപകരമായ നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എൻ്റെ അടിമകൾ. അതാണ് അല്ലാഹു തആല പറയുന്നത്. പിന്നെ പറയുന്നത് അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അലം യറൗ, എന്നിട്ട് പറയാം, അല്ലാഹു ചോദിക്കുക, അവർ കണ്ടില്ലേ? കം അഹ്ലക്നാ, അവർ മനസ്സിലാക്കിയിട്ടില്ലേ? കം അഹ്ലക്ന, നമ്മൾ എത്രയാണ് നശിപ്പിച്ചിട്ടുള്ളത്, ഖബ്ലഹും, ഇവർക്ക് മുമ്പ്. ഇവര് ആരാണ്? ഇവിടെ പിന്നെ മക്കത്തുള്ള മുശ്രിക്കീങ്ങൾ. ഇവരുടെ മുമ്പ് എത്രയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത് എന്ന് അവർ മനസ്സിലാക്കിയില്ലേ? കണ്ടില്ലേ? മിനൽ ഖുറൂനി, തലമുറകളിൽ നിന്ന് എത്ര ആളുകളെയാണ് നമ്മൾ നശിപ്പിച്ചിട്ടുള്ളത്, എത്ര തലമുറകളെ നശിപ്പിച്ചിട്ടുള്ളത്. അന്നഹും, അവർ മനസ്സിലാക്കുന്നില്ലേ? അന്നഹും, തീർച്ചയായും ഈ നശിച്ചു പോയ ആളുകളൊക്കെ ഇലൈഹിം, ഈ നാട്ടുകാരിലേക്ക് ലാ യർജിഊൻ, അവർ മടങ്ങി വരുന്നില്ല എന്നവർ മനസ്സിലാക്കിയില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്, പോയവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയില്ലേ? എത്രയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്? കണ്ടമാനം നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരെ നശിപ്പിക്കാനുള്ള കാരണം ഇവരുടെ നിലപാട് ശരിയല്ലാതെയാണ്. ഏത് പ്രവാചകനെ അവർ പരിഹസിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും വിട്ടതല്ലാതെ അവ പ്രവാചകന്മാരോട് നല്ല നിലയിൽ പെരുമാറിയത് വളരെ തുച്ഛാളുകളുള്ളൂ. നൂഹ് നബി ആയാലും, നൂഹ് നബി അള്ളാഹു അവർക്ക് കൊടുത്ത ശിക്ഷ എന്തായിരുന്നു? തൂഫാൻ, വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയതായിരുന്നല്ലോ. കുറച്ച് ആളുകൾ മാത്രമല്ലേ കപ്പലിൽ കയറിയുള്ളൂ, ഒരു 80 എണ്ണം പറയണു. പിന്നെ എല്ലാ ഇണകളിൽ നിന്നും 2 വീതം കപ്പലിൽ കയറ്റി വിശ്വസിച്ചവരും കൂടി അള്ളാഹു രക്ഷപ്പെടുത്തിയവർ. ബാക്കിയുള്ളവരൊക്കെ മുങ്ങി മരിക്കല്ലേ ഉണ്ടായത്. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദ് സമൂദ് വിഭാഗത്തിൻ്റെ ശിക്ഷ. ഫിർഔനും പാർട്ടിയും വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ഫിർഔനും സൈന്യവും സമുദ്രത്തിൽ മുങ്ങി മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് പ്രവാചകൻ വന്നാലും ഇങ്ങനെ പരിഹസിച്ചു, പിന്നെ പുച്ഛിച്ച് കളവാക്കി തള്ളുകയാണ് അവരുടെ പതിവ്. അതിൻ്റെ പേരിൽ എത്രയോ നാടുകളാണ്, എത്രയോ തലമുറകളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളതെന്ന് അവർ മനസ്സിലാക്കിയില്ലേ? കണ്ടില്ലേ? അവർ
എന്ന് ചോദിക്കുകയാണ് അല്ലാഹു തആല. എന്നാൽ ഇതിലപ്പുറം ഉപദ്രവിച്ച ആളുകളാണ് മക്കയിലുള്ള മുശ്രിക്കുകൾ, അറബികളായ മുശ്രിക്കുകൾ. അറബി ഭാഷ സംസാരിക്കുന്നവരൊക്കെ അറബിയാണല്ലോ. ആ നിലയിൽ ഇതിൽ പെടാത്ത ആളുകളും ഉണ്ടായിരിക്കും. എല്ലാവരും അങ്ങനെ റസൂലിനെ അധിക്ഷേപിക്കുകയും പിന്നെ കുറ്റപ്പെടുത്തലുകളും പരിഹസിക്കലും ഉണ്ടായിട്ടില്ല. അതിൽപ്പെട്ട പ്രധാനികളുടെ പേരൊക്കെ നമുക്കറിയാം. മക്കയിലുണ്ടായിരുന്ന പ്രധാനികൾ